നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ എഗ് റൈസാണ്. എഗ് റൈസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിനെ പറ്റി പറയാം. ആദ്യം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കും, അതിന് ശേഷമാണല്ലോ നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഷോട്ടിലുണ്ടായിരുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ പറയാമെന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമേ. സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരൊറ്റ സ്ഥലത്ത് തന്നെ 10-15 പ്രാവശ്യം ഞാൻ മാറി മാറി വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും അബദ്ധമായിരിക്കും ഞാൻ പറയുന്ന പല കാര്യങ്ങളും. ഓക്കെ, ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് തിരിച്ചു വരാം. ആദ്യം എഗ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ ഒഴിച്ച്, പിന്നെ ഉള്ളി, പച്ചമുളക്, ക്യാരറ്റ്, തക്കാളി ഇതെല്ലാം സോട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള മസാല ഇട്ട് പിന്നെ നമ്മൾ എഗ് അതിനകത്തേക്ക് പൊട്ടിച്ചു വയ്ക്കുന്നു. ആ ഒരു ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ മുട്ട എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാനൊരു കണിക പോലും വേസ്റ്റ് ചെയ്യില്ല. കണ്ടില്ലേ, ഞാൻ എന്നോട് വടിച്ചങ്ങോട്ട് എടുക്കുന്നത്. അതിന് കൂടെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രോസൺ പീസാണ്. ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. അതിനുശേഷം നമ്മുടെ റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എന്താ, നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ആ മസാലാസൊക്കെ റൈസിൽ നല്ലോണം പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്തും നന്നായിട്ട് അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് വടിച്ചെടുക്കണം. ഒരു കണിക പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇനിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങ്. കുറച്ച് സോസ് കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുക. ടാറ്റാ.